ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഫൈനാൻഷ്യൽ മാർക്കറ്റ് എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോസിസ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അതാണ് പിന്നെ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഒരു കാര്യമുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ടുള്ള ഈ ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് yield. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നോർമൽ. ഓക്കെ, ഓക്കെ ആണോ? സോ നമ്മൾ എന്തായാലും ക്ലിയർ ആണ് നാളത്തേക്ക് ഇത് സർ. കംപ്ലീറ്റ് ബാക്കി ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നല്ലോണം വായിക്കട്ടോ ഈ ഒരു ചാപ്റ്ററും. പിന്നെ ലാസ്റ്റ് ബിസിനസ് വാല്യൂഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലാസ്റ്റ് തിയറി ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് വായിച്ച് സെറ്റ് ആക്ക്. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് എടുത്തൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെക്സ്റ്റ് ചെയ്തിട്ട് വായിക്കാം. അപ്പൊ നാളത്തേക്ക് സെറ്റ് ആയിക്കോളും. ഒരു ഐഡിയ കിട്ടും, ഒരു ട്രാക്കിലേക്ക് എത്താം. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഫൈനാൻഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അതിൽ ആദ്യം തന്നെ നമ്മുടെ ഒരു ബിസിനസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഫൈനാൻഷ്യൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിനെ കുറിച്ച് പറഞ്ഞു, അവരുടെ ഫംഗ്ഷൻ എന്താണ്, കുറച്ച് ടൈപ്സ് ഓഫ് ഏതൊക്കെയാണ് നമുക്ക് നോർമലി കണ്ടുവരുന്ന കുറച്ച് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരെ കുറിച്ചിട്ട്, ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറിയുടെ റോളുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ബാങ്കിങ് എങ്ങനെയാണ്, ആ ഒരു ബാങ്കിങ് സിസ്റ്റം എങ്ങനെയാണ് നടക്കുന്നത്, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ബാങ്കിൽ എന്ത് രീതിയിലേക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഈ ഒരു ഫൈനാൻഷ്യൽ എന്താ പറയാ, ഫണ്ടുള്ള ആൾക്കാർ, ഫണ്ട് ആവശ്യമുള്ള ആൾക്കാർ, ഈ ഫണ്ടുള്ള ആൾക്കാരുടെ അടുത്ത്, ഫണ്ട് ആവശ്യമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അത് എത്തുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്ന ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്. ആ ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ കുറിച്ചിട്ട്, പിന്നെ ഈ ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് മാർക്കറ്റിംഗ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് ഒക്കെ ക്യാപിറ്റൽ മാർക്കറ്റ്സിൽ വരുന്നതാണ്. ഇനി ഷോർട്ട് ടേം എന്താണ്, ഷോർട്ട് ടേം ആയിട്ടുള്ള മണി മാർക്കറ്റ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ഉള്ളതാണ് മണി മാർക്കറ്റ്സ്. ഈ മണി മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബാങ്ക്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഈ മണി മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ റോൾ, ഈ മണി മാർക്കറ്റ്സിലുള്ള മൂന്ന് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ്, ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ്, ഇതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ടോപ്പിക് ആയിരുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻ. ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്സിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഇക്വിറ്റി ക്യാപിറ്റൽ എന്താണ് ഇഷ്യൂ ചെയ്യുന്നതും, ആൻഡ് ഓൾസോ ഈ ഒരു ഇക്വിറ്റി ഫോം ഓഫ് ക്യാപിറ്റലിന്റെ ഫ്ലോ ഒക്കെ നടത്തുന്നത്, ഈ ലിസ്റ്റഡ് കമ്പനീസിന്റെ ഒക്കെ ഷെയർസ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നതും, അത് സെക്കൻഡറി മാർക്കറ്റിൽ അത് ട്രേഡ് ചെയ്യുന്നതൊക്കെ എവിടെയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫങ്ഷൻസ്, ആരൊക്കെയാണ് അത് ഓൺ ചെയ്യുന്നത്, പിന്നെ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് എങ്ങനെയാണ് നടക്കുന്നത്, പിന്നെ ഷെയറിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, മാർക്കറ്റ് ഫോഴ്സസ് ടു വാല്യൂ ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഷെയറിനെ പ്രോപ്പറായിട്ട് പ്രൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു പ്രൈസിങ് എഫിഷ്യൻസി ഉണ്ട്. പിന്നെ അതിൽ പറഞ്ഞു എന്താണ്, ആ ഇൻവെസ്റ്റർ എങ്ങനെയാണോ, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടും, പിന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് സെല് ചെയ്യാനുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറയും. ബുള്ളിഷ് ഇൻവെസ്റ്റർ, ബെയറിഷ് ഇൻവെസ്റ്ററിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ചാപ്റ്റർ. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓരോന്നും ഈ ചാപ്റ്ററിൽ എന്താണോ നമുക്ക് പറയാനുള്ളത് അത് കംപ്ലീറ്റ്ലി കിട്ടി എന്നുള്ളത് മാത്രം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ടോപ്പിക് ആണ് നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ് നമ്മൾ ഒന്നും കൂടെ പറയുന്നു ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു എഫിഷ്യൻസി, സ്റ്റോക്ക് മാർക്കറ്റ് അല്ലാതെ ഏതൊരു സെക്യൂരിറ്റീസിനെയും ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഏതൊരു എക്സ്ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു എഫിഷ്യൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോവാണ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് എഫിഷ്യൻസി ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോവാണ്. എഫിഷ്യന്റ് മാർക്കറ്റ് ആണോ അതോ ഇൻഎഫിഷ്യന്റ്, ഒരു എഫിഷ്യൻസി ഇല്ലാത്ത മാർക്കറ്റ് ആണോ, അങ്ങനെ എന്താണ് ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസിയുടെ മീനിങ്, എങ്ങനെയാണ് സ്റ്റോക്ക്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എഫിഷ്യൻസി ഉണ്ട്, അതിനൊക്കെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇതിൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എഫിഷ്യൻസിയുടെ ആദ്യം നമുക്ക് പറയാനുള്ളത് എന്താണ് ഒരു എഫിഷ്യന്റ് മാർക്കറ്റ്. ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യന്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആ മാർക്കറ്റിൽ ഉള്ള എല്ലാ സെക്യൂരിറ്റീസിന്റെയും പ്രൈസ് എന്ന് പറയുന്നത്, എല്ലാ ഇൻഫർമേഷനും, ഓക്കെ, ആ ഒരു സെക്യൂരിറ്റി ഏത് കമ്പനിയുടേതാണോ ആ കമ്പനിയുടെ എല്ലാ ഇൻഫർമേഷന്റെ എഫക്റ്റും റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും മാർക്കറ്റിന്റെ പ്രൈസ്, എങ്കിൽ ആ ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ
സെക്യൂരിറ്റീസിന്റെ പ്രൈസ് ഒക്കെ എന്തായിരിക്കും? ഫുള്ളി റിഫ്ലക്ട് ഓഫ് എവറി ഇൻഫർമേഷൻ അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് കമ്പനി. ലൈക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ ഷെയർസിന്റെയും പ്രൈസ് എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. അണ്ടർ വാല്യുവേഷൻ, ഓവർ വാല്യുവേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. എന്തായിരിക്കും? ഓൾ ഷെയർസ് ഫോർ എൻ എഫിഷ്യന്റ് മാർക്കറ്റ്, all shares will be correctly priced എന്നാണ് പറയാം. റിയാലിറ്റിയിൽ അങ്ങനെ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള മാർക്കറ്റ്സ് ഒന്നും ഇല്ല. കാരണം പല സമയത്തും സ്റ്റോക്ക് മാർക്കറ്റ്സിന്റെ പ്രൈസ് ഓവർ പ്രൈസ്ഡോ അണ്ടർ പ്രൈസ്ഡോ ആവാറുണ്ട്. എന്തുകൊണ്ട്? ഈ ഇൻവെസ്റ്റേഴ്സിന്റെ ഇറേഷണൽ ബിഹേവിയർ കാരണം കൊണ്ട്. നമ്മൾ അന്നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് റൈസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റേഴ്സ് എല്ലാം കൂടെ ഈ ഹേർഡ് മെന്റാലിറ്റി കൊണ്ട് ഒരുപാട് ബൈ ചെയ്യുന്നു. പ്രൈസ് കൂടും. പ്രൈസ് കൂടേണ്ടതിനേക്കാൾ കൂടുതൽ കൂടും. ബബിൾസ് ക്രിയേറ്റ് ആകും. സ്റ്റോക്ക് മാർക്കറ്റ് ബൂം ക്രിയേറ്റ് ആകും. പിന്നെ സ്റ്റേബിൾ ആവണം. പല സമയത്തും എന്താണ്? പ്രൈസസ് എന്താണ്? ഓവർ പ്രൈസ്ഡോ അണ്ടർ പ്രൈസ്ഡോ ആയിരിക്കും. ഇതൊക്കെയാണോ? എഫിഷ്യന്റ് മാർക്കറ്റിൽ എല്ലാ ഷെയർസും കറക്റ്റ്ലി പ്രൈസ്ഡ് ആയിരിക്കും. ബട്ട് റിയാലിറ്റിയിൽ അങ്ങനെയല്ല. റിയാലിറ്റിയിലെ മാർക്കറ്റ്സ് എഫിഷ്യന്റ് അല്ല. ക്ലിയർ ആണോ? യെസ് സർ. പിന്നെ പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്, ഏതൊരു ക്യാപിറ്റൽ മാർക്കറ്റും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ് മാർക്കറ്റിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ, എല്ലാ ഇൻവെസ്റ്റേഴ്സും റേഷണൽ ആണ്, പിന്നെ എല്ലാ ഷെയർസും കറക്റ്റ്ലി പ്രൈസ്. അപ്പൊ പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതും എന്താണ്? ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന എസംഷൻ ഇല്ലേ, അതിൽ വേറെ കുറെ കാര്യങ്ങൾ, മെനി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഓക്കെ, ടാക്സ് ഒന്നുമില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ പെർഫെക്റ്റ് മാർക്കറ്റിലുണ്ട്. അപ്പൊ ഈ പെർഫെക്റ്റ് മാർക്കറ്റിൽ അസംഷൻ ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത് മാർക്കറ്റ് എന്താണെന്നാണ്? എഫിഷ്യന്റ് ആണെന്നാണ്. പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആ പെർഫെക്റ്റ് മാർക്കറ്റിലും എല്ലാ ഇൻഫർമേഷനും ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യും. എല്ലാ ഇൻഫർമേഷനും ഫ്രീലി അവൈലബിൾ ആയിരിക്കും ഒക്കെ പറയും. ഇനി എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിലും പെർഫെക്റ്റ് മാർക്കറ്റ് ആണെങ്കിലും അവര് എന്താ പറയുന്നത് അറിയോ? ഷെയർ പ്രൈസ് ഒക്കെ പക്കാ ഫെയർ ആയിരിക്കും, കറക്റ്റ്ലി പ്രൈസ്ഡ് ആയിരിക്കും. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസും പ്രോസ്പെക്ട്സും എല്ലാ ഇൻഫർമേഷൻ, ന്യൂസ്, ഈവന്റ്സ് എന്തുണ്ടോ അതൊക്കെ പ്രോപ്പർലി റിഫ്ലക്റ്റഡ് ആയിരിക്കും. അപ്പൊ എഫിഷ്യന്റ് മാർക്കറ്റ് ആൻഡ് പെർഫെക്റ്റ് മാർക്കറ്റ് എന്താണ് പറയുന്നത്? ഒറ്റ കാര്യം പറയുന്നുള്ളൂ. തിയററ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് മാർക്കറ്റ് എഫിഷ്യന്റ് മാർക്കറ്റിലും പറയുന്നത് എല്ലാ ഷെയറിന്റെ പ്രൈസും കറക്റ്റ് ആയിരിക്കും, ഫെയർ ആയിരിക്കും. ബട്ട് റിയാലിറ്റിയിലെ മാർക്കറ്റ് എഫിഷ്യന്റ് ആണോ? അല്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഒരു മാർക്കറ്റിന്റെ എഫിഷ്യൻസിനെ കുറിച്ച് പറയാണ്. എഫിഷ്യന്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞില്ല. അപ്പൊ ഒരു മാർക്കറ്റിന്റെ എഫിഷ്യൻസി എങ്ങനെയൊക്കെ നമുക്ക്, എന്തൊക്കെ ടൈപ്പ് ഓഫ് എഫിഷ്യൻസി ഉണ്ട്? ഒരു മാർക്കറ്റിന് ഒരു 4 ടൈപ്പ് ഓഫ് എഫിഷ്യൻസി ഉണ്ടെന്ന് പറയാം. 4 ടൈപ്പ് ഓഫ് എഫിഷ്യൻസി ഉണ്ടെന്ന് പറയാം. ഇത് 4ഉം എന്താണ് മീൻ ചെയ്യുന്നത്? അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്താ മീൻ ചെയ്യുന്നത്? ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്താ മീൻ ചെയ്യുന്നത്? ഇൻഫർമേഷണൽ എഫിഷ്യൻസി എന്താ മീൻ ചെയ്യുന്നത്? പ്രൈസിങ് എഫിഷ്യൻസി എന്താ മീൻ ചെയ്യുന്നത്? ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഏതൊരു ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതിനെ 4ആയിട്ട് നമുക്ക് പറയാം. 4 എഫിഷ്യൻസി ഉണ്ടെന്ന് പറയാം. അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ നടക്കുന്നത്? കമ്പനീസ്, പൈസ ആവശ്യമുള്ള കമ്പനീസ് ഓർഡിനറി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. പൈസ ഉള്ള ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ ഫണ്ടിന്റെ അലോക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കമ്പനീസിലേക്ക്, ഓർഡിനറി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിലേക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അലോക്കേറ്റീവ് എഫിഷ്യൻസി പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ എന്താണ് അവിടെ ചോദ്യം? എന്താണ് അവിടെ നോക്കുന്നത്? നമ്മുടെ മാർക്കറ്റ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ടു ദ ബെസ്റ്റ് കമ്പനി ഇൻ എ ബെസ്റ്റ് വേ ആണോ? എന്താണ് അലോക്കേറ്റീവ് എഫിഷ്യൻസി? ഇഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് അലോക്കേറ്റിംഗ് ഫണ്ട്സ് ടു ദ ഡിസേർവിംഗ് കമ്പനീസ് ഓർ ബെസ്റ്റ് കമ്പനീസ്, അങ്ങനെയാണോ നാം നോക്കുന്നത്? അപ്പോൾ നല്ല ബെസ്റ്റ് കമ്പനീസിന്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള കമ്പനീസിനാണ് ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എങ്കിൽ അവരുടെ അലോക്കേറ്റീവ് എഫിഷ്യൻസി ഗുഡ് ആണ്. ആ അലോക്കേഷൻ പ്രോപ്പർ അല്ല, ഡിസേർവിംഗ് അല്ലാത്ത കമ്പനീസിനൊക്കെയാണ് ഇംപ്രോപ്പർ ആയിട്ടാണ് അലോക്കേറ്റ് ആവുന്നതെങ്കിൽ അലോക്കേറ്റീവ് എഫിഷ്യൻസി ഇല്ല എന്ന് പറയും. അപ്പൊ ഓരോന്നും എന്താ നോക്കുക, ആ പേരിൽ തന്നെ പഠിക്കാം. അലോക്കേറ്റീവ് എഫിഷ്യൻസി, ഡസ് ദ മാർക്കറ്റ് അലോക്കേറ്റ് ദ ഫണ്ട്സ് ടു ദ ബെസ്റ്റ് കമ്പനീസ് എന്നാണ് അവിടെ നോക്കുക. ഇതാണ് അലോക്കേറ്റീവ് എഫിഷ്യൻസിയിൽ പറയുന്നത്. ഇനി ഓപ്പറേഷണൽ എഫിഷ്യൻസി. സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ഓപ്പറേഷൻ ഉണ്ട്. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. സെക്കൻഡറി ഓപ്പറേഷൻ ആയിട്ട് ഓൾറെഡി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളാണ് ഞാനെങ്കിൽ എനിക്ക് ഷെയർ സെല് ചെയ്യേണ്ടി വരും. എനിക്ക് പുതിയ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കേണ്ടി വരും. വേറെ ആൾക്കാരുടെ അടുത്തുള്ള ഷെയർ വാങ്ങിക്കേണ്ടി വരും. ഈ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്? എന്തൊക്കെ ഇവിടെ നോക്കുന്നത്? ആ മാർക്കറ്റിൽ
ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഈ ഒരു ഷെയർസ് സെൽ ചെയ്യാനും ബൈ ചെയ്യുമ്പോഴൊക്കെയുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാണോ, ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു കൺവീനിയന്റ് പ്ലാറ്റ്ഫോം ഇല്ല, ബൈങ് ആൻഡ് സെല്ലിംഗ് വളരെ ബുദ്ധിമുട്ടാണ്, ലിക്വിഡിറ്റി ഇല്ല, അതായത് ഞാൻ സെല് ചെയ്താൽ ബൈ ചെയ്യാൻ ആളില്ല, ബൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് സെല് ചെയ്യാൻ ആളില്ല, കിട്ടൂല, നല്ല ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഈ ബൈങ് ആൻഡ് സെല്ലിംഗ് ചെയ്യുന്ന സമയത്ത് വലിയ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇല്ല എന്നാ പറയാം, അല്ലെങ്കിൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി ലോ ആണെന്നാ പറയാം. ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇതൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് ലോ ആണ്, കൺവീനിയന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, ബൈങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം, ഓപ്പറേഷണൽ എഫിഷ്യൻസി അടിപൊളിയാണെന്ന് പറയാം. പെർഫെക്റ്റ് മാർക്കറ്റിലേക്ക് എന്താണ്, ഒരുപാട് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്, ഭയങ്കര ഓപ്പറേഷൻ എഫിഷ്യൻസി ആണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല എന്നാ പറയുന്നത് പെർഫെക്റ്റ് മാർക്കറ്റിൽ. ആ പെർഫെക്റ്റ് മാർക്കറ്റിന്റെ ഒക്കെ ഓപ്പറേഷൻ എഫിഷ്യൻസി അറ്റ് ദ പീക്ക് ആണ്. റിയാലിറ്റിയിൽ അങ്ങനെയല്ല, റിയാലിറ്റിയിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാണെന്നാണ് പറയാം. ട്രാൻസാക്ഷൻ കോസ്റ്റ് എത്രത്തോളം കുറയുന്നു നോക്കാം, പിന്നെ ബൈങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ മാക്സിമം ലിക്വിഡിറ്റി ഉണ്ടാക്കണം എന്നാണ് നോക്കാം. അപ്പൊ അത് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി വരുന്നത്. ട്രാൻസാക്ഷൻ കോസ്റ്റും പിന്നെ ആ ഒരു ലിക്വിഡിറ്റി നോക്കിയിട്ട് എത്രത്തോളം ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട് നോക്കിയിട്ടാണ് ഓപ്പറേഷൻ എഫിഷ്യൻസി പറയാം. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ രണ്ട് എഫിഷ്യൻസി, അലോക്കേറ്റീവ് എഫിഷ്യൻസി, ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഈ രണ്ട് എഫിഷ്യൻസി ഓക്കെ ആണോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണ് സർ. അടുത്തതാണ് ഇൻഫർമേഷണൽ എഫിഷ്യൻസി. ഇൻഫർമേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നുണ്ടോ, ദാറ്റ് മീൻസ് കമ്പനി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് അവൈലബിൾ ആവുന്നുണ്ടോ, അതാണ് ഇൻഫർമേഷണൽ എഫിഷ്യൻസിയിൽ നമ്മൾ നോക്കുന്നത്. റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് അവൈലബിൾ ആവുന്നുണ്ടോ, അത് എത്രത്തോളം നടക്കുന്നുണ്ട്, അത് ലോ കോസ്റ്റിന് അവൈലബിൾ ആവുന്നുണ്ടോ. ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് ഒക്കെയാണ്, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ എല്ലാ ഇൻഫർമേഷനും ഫ്രീലി ഒരു കോസ്റ്റും ഇല്ലാതെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അവൈലബിൾ ആവുന്നുണ്ടെന്നാണ് അസെപ്ഷൻ. റിയാലിറ്റിയിൽ അങ്ങനെയല്ല. അപ്പൊ അവിടുത്തെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ എഫിഷ്യൻസി ഒക്കെ മാക്സ്. ബട്ട് അത് അങ്ങനെയല്ല, ഇൻഫർമേഷൻസ് ഒന്നും റിയാലിറ്റിയിൽ കമ്പനിയിലുള്ള എല്ലാ ഇൻഫർമേഷനും ഒന്നും ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നില്ല. ഇൻഫർമേഷൻ അസിമെട്രി ഉണ്ട്. അപ്പൊ ഇൻഫർമേഷൻ അസിമെട്രി എത്രത്തോളം ഉണ്ടോ അവിടെ ഇൻഫർമേഷൻ എഫിഷ്യൻസി കുറഞ്ഞു വരികയാണ്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അടുത്തൊരു എഫിഷ്യൻസിയാണ് റിലേറ്റിംഗ് ടു ഇൻഫർമേഷന്റെ അവൈലബിലിറ്റി. ആ എഫിഷ്യൻസിനെയാണ് ഇൻഫർമേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ 3 എഫിഷ്യൻസി നമ്മൾ ഡിസ്കസ് ചെയ്തു: അലോക്കേറ്റീവ് എഫിഷ്യൻസി, ഓപ്പറേഷൻ എഫിഷ്യൻസി, ഇൻഫർമേഷൻ എഫിഷ്യൻസി. ദ ലാസ്റ്റ് എഫിഷ്യൻസി ഈസ് പ്രൈസിംഗ് എഫിഷ്യൻസി. പ്രൈസിംഗ് എഫിഷ്യൻസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഫിഷ്യൻസിയാണ്. ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ പ്രൈസിലേക്ക് പ്രോപ്പർ ആയിട്ട് റിഫ്ലക്ട് ആവുന്നുണ്ടോ, ക്വിക്ലി ഫാസ്റ്റ് ആയിട്ട് ഭയങ്കര കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ആവുന്നുണ്ടോ, അതിനെയാണ് പ്രൈസിംഗ് എഫിഷ്യൻസി ഓഫ് എ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിന് എന്തും പറയുന്നറിയോ, ഇൻഫർമേഷന്റെ പ്രോസസിംഗ് എഫിഷ്യൻസി എന്ന് പറയും. ഇൻഫർമേഷൻ എഫിഷ്യൻസി അല്ല, ഇൻഫർമേഷൻ പ്രോസസ് ആവുന്നത്, ഇൻഫർമേഷൻസ് ഷെയർ പ്രൈസിലേക്ക് റിഫ്ലക്ട് ആവുന്നു, പ്രോസസ് ആവുന്നതിന്റെ എഫിഷ്യൻസി എന്ന് പറയും. പെർഫെക്റ്റ് മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഈ പ്രൈസിംഗ് എഫിഷ്യൻസി മാക്സ് ആണ്. എല്ലാ ഇൻഫർമേഷനും അക്യുറേറ്റ്ലി ഷെയർ പ്രൈസിൽ ഫെയർ ആയിട്ടുള്ള ഷെയർ പ്രൈസ് തന്നെയായിരിക്കും. ബട്ട് റിയാലിറ്റിയിൽ എന്താണ്, ഈ പ്രൈസിംഗ് എഫിഷ്യൻസി ഇങ്ങനെ മാറും. ചില സ്റ്റോക്ക് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൈസിംഗ് എഫിഷ്യൻസി ഉണ്ടായിരിക്കും, ചിലവർക്ക് സെമി സ്ട്രോങ് ആയിരിക്കും, ചിലവർക്ക് വീക്ക് ഫോം എഫിഷ്യൻസി ആയിരിക്കും. വീക്ക് ഫോം എഫിഷ്യൻസി എന്നൊക്കെ പറയുമ്പോൾ ഇൻഫർമേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നാലും പ്രൈസിലേക്ക് അത് റിഫ്ലക്ട് ആവുന്നുണ്ടാവില്ല പെട്ടെന്ന്. സെമി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിഫ്ലക്ട് ആവും. പെർഫെക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഫർമേഷനും ഓൾറെഡി റിഫ്ലക്റ്റഡ് ഒക്കെ ആയിരിക്കും. ഈ പ്രൈസിംഗ് എഫിഷ്യൻസി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഫിഷ്യൻസിയാണ്. ഷെയർ പ്രൈസ് ഒക്കെ അക്യുറേറ്റ്ലി ഇൻഫർമേഷൻസ് റിഫ്ലക്ട് ആവുന്നു പോകുന്നത്. ഒരു 4 എഫിഷ്യൻസി നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യൻസി 4. ഇത് ഇമ്പോർട്ടന്റ് ആണ്, അറിയണം. ഭയങ്കര ഡീറ്റെയിൽ നോളജ് വേണ്ട, ഈ ഒരു നോളജ് മതി. ഓരോന്നും എന്താണെന്നുള്ളത് അറിയും. ഓക്കെ ആണോ 4 എഫിഷ്യൻസീസ്? ഓക്കെയാണ് സർ. ഇത് കഴിഞ്ഞ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏത് എഫിഷ്യൻസിനെ കുറിച്ചാണ് പറയുന്നത് അറിയോ? ഏത് എഫിഷ്യൻസിനെ കുറിച്ചാണ് പറയുന്നത് അറിയോ? ഇൻഫർമേഷൻ പ്രോസസിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രൈസിംഗ് എഫിഷ്യൻസി ഉണ്ടല്ലോ, ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രൈസിംഗ് എഫിഷ്യൻസിനെ കുറിച്ചിട്ട്. 4ാമത്തെ എഫിഷ്യൻസി ഇല്ല, പ്രൈസിംഗ് എഫിഷ്യൻസി, ഇൻഫർമേഷൻ പ്രോസസിംഗ് എഫിഷ്യൻസി.
അതിനെക്കുറിച്ച് പറയുന്ന ഒരു ടോപ്പിക്കാണ് എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്. ഈ പ്രൈസിങ് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ 3 ഫോം ഓഫ് എഫിഷ്യൻസി ഉണ്ട്. ഇത് വേറെ എഫിഷ്യൻസി അല്ല കേട്ടോ. നമ്മൾ പഠിച്ച ബേസിക് 4 എഫിഷ്യൻസിയിലെ പ്രൈസിങ് എഫിഷ്യൻസി ഉണ്ടല്ലോ, ആ പ്രൈസിങ് എഫിഷ്യൻസി ഓഫ് എ സ്റ്റോക്ക് മാർക്കറ്റ്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രൈസിങ് എഫിഷ്യൻസി നോക്കിക്കഴിഞ്ഞാൽ അതൊന്നെങ്കിൽ വീക്ക് ഫോം ആവാം, അല്ലെങ്കിൽ സെമി സ്ട്രോങ് ആവാം, അല്ലെങ്കിൽ സ്ട്രോങ് ഫോം ആവാം. അങ്ങനെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, പറയട്ടെ. യെസ് സർ. എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസിലെ ആദ്യത്തെ ദ വീക്ക് ഫോം എഫിഷ്യൻസി ആണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. വീക്ക് ഫോം എഫിഷ്യൻസി. വീക്ക് ഫോം എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രൈസസിലൊക്കെ എന്ത് മാത്രമേ റിഫ്ലക്ട് ആവുള്ളൂ എന്നറിയും. അവിടുത്തെ പ്രൈസസിലൊക്കെ റിഫ്ലക്ട് ആയിട്ടുള്ളത് പാസ്റ്റ് പ്രൈസസ് മാത്രമേ, അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഇൻഫർമേഷൻസ് മാത്രമേ റിഫ്ലക്ട് ആവുന്നുള്ളൂ. അപ്പൊ അവിടുത്തെ പ്രൈസ് ഒന്നും അക്യുറേറ്റ് അല്ല. എഫിഷ്യൻസി വീക്ക് അല്ലേ? ഈ ഒരു എഫിഷ്യൻസി വീക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പാസ്റ്റിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ റിഫ്ലക്ട് ആയിട്ടുള്ളൂ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇൻഫർമേഷൻ, 3 ഇൻഫർമേഷൻസ് ഉണ്ട്. ഏത്? പാസ്റ്റ് ഇൻഫർമേഷൻസ്, പാസ്റ്റ് ഇൻഫർമേഷൻസ്, പ്രസന്റ് ഓർ പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ, പിന്നെ നോട്ട് പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ. ഇനി പബ്ലിഷ് ചെയ്യാൻ പോകുന്ന, ബിസിനസിന്റെ ഉള്ളിൽ മാത്രം അറിയുന്ന നോട്ട് പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ. ഈ നോട്ട് പബ്ലിഷ്ഡ് ഇൻഫർമേഷനെയാണ് ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ബിസിനസിന്റെ ഉള്ളിലേ ഉള്ളൂ, പബ്ലിക്കിലേക്ക് അവൈലബിൾ ആക്കിയിട്ടില്ല. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ട്. ഓക്കെ, ഈ 3 ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ, ഓക്കെ, 3 ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ട്. ഒരു വീക്ക് ഫോം എഫിഷ്യന്റ് ആണെങ്കിൽ, വീക്ക് ഫോം ആണെന്നുണ്ടെങ്കിൽ, വീക്ക് ഫോം ആണെന്നുണ്ടെങ്കിൽ ഈ പാസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രമേ, പാസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രമേ ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ആയിട്ടുണ്ടാവുള്ളൂ. പ്രസന്റ്ലി ഇപ്പൊ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത ഇൻഫർമേഷൻസിന്റെ എഫക്ട് ഒന്നും ഷെയർ പ്രൈസിൽ കാണാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാ? ആ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രൈസിങ് എഫിഷ്യൻസി വീക്ക് ആണ്. ഇതും ഓൾസോ ഓൾറെഡി ഈ പബ്ലിഷ് ചെയ്ത ഇൻഫർമേഷൻസിന്റെ എഫക്ട് വരെ ഷെയർ പ്രൈസിൽ റിഫ്ലക്റ്റഡ് അല്ല. അപ്പൊ ഇനി പബ്ലിഷ് ചെയ്യാത്ത റിഫ്ലക്റ്റഡ് ആയിരിക്കും, അതുമില്ല. ഇപ്പൊ വീക്ക് ഫോം എഫിഷ്യൻസി ആണെങ്കിൽ പാസ്റ്റ് ഇൻഫർമേഷൻസിന്റെ എഫക്ട് ഷെയർ പ്രൈസിൽ എന്തായിരിക്കും? റിഫ്ലക്റ്റഡ് ആയിരിക്കും. ബട്ട് പ്രസന്റ് ഇപ്പോ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും, അതിന്റെ എഫക്ട് ഒന്നും ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇറ്റ്സ് ഓൾ ബിക്കോസ് ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസി എന്താണ്? വീക്ക് ഫോം എഫിഷ്യൻസി ആണ് എന്നാണ് പറയാം. നമുക്കത് വായിച്ചു നോക്കാം. വീക്ക് ഫോം എഫിഷ്യൻസിയിലെ പ്രൈസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു റാൻഡം വാക്കാണ്. റാൻഡം വാക്ക് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഇൻഫർമേഷൻ വന്നാൽ അപ്പോഴൊന്നും റിഫ്ലക്ട് ആവില്ല. ചിലപ്പോൾ കുറെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും റിഫ്ലക്ട് ആവാം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഷെയർ പ്രൈസ് കൂടി കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഷോർട്ട് ടേമിൽ ചിലപ്പോൾ കൂടണം കുറയണം എന്നൊക്കെ ഉള്ളതുണ്ടാവും. ബട്ട് അങ്ങനത്തെ ഒന്നും വരില്ല. ആ റാൻഡം വാക്കാണ്. ചിലപ്പോൾ ഷോർട്ട് ടേമിൽ അതൊന്നും റിഫ്ലക്ട് ആവത്തില്ല. ഒരു റാൻഡം വാക്കായിരിക്കും. നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത വാക്ക്. റാൻഡം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു മൂവ്മെന്റ് ആയിരിക്കും. ഇമ്പോസിബിൾ ടു പ്രെഡിക്ട് പ്രൈസ് മൂവ്മെന്റ്. ഈ ടെക്നിക്കൽ അനലിസ്റ്റുകൾ ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിംഗ്. സ്റ്റോക്കിന്റെ പ്രൈസിന്റെ പാസ്റ്റ് ട്രെൻഡ് ഒക്കെ വെച്ചിട്ട് ന്യൂസിനൊക്കെ അനുസരിച്ച് പ്രൈസ് കൂടും കുറയും എന്നൊക്കെ അനലൈസ് ചെയ്യുന്ന ടെക്നിക്കൽ അനലിസ്റ്റുകൾ ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ്. ഇപ്പൊ ടെക്നിക്കൽ അനലിസ്റ്റുകൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ചാർട്ടിസ്റ്റുകൾ എന്നാ പറയാം. ചാർട്ടിസം. ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് ഒക്കെ വെച്ചിട്ട് ഫ്യൂച്ചർ ഷെയർ പ്രൈസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നൊക്കെ പ്രെഡിക്ട് ചെയ്യുന്നു. ഇപ്പൊ ചാർട്ടിസ്റ്റുകൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കൊന്നും ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഗെയിൻ ഉണ്ടാക്കാനൊന്നും പറ്റൂല. എവിടെ? വീക്ക് ഫോം എഫിഷ്യന്റ് ആണെങ്കിൽ ഈ ചാർട്ടിസ്റ്റുകൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഫണ്ടമെന്റൽ അനലിസ്റ്റുകൾ ഉണ്ട്. ഫണ്ടമെന്റൽ അനലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ ഡാറ്റ നോക്കിയിട്ട് പെർഫോമൻസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഫണ്ടമെന്റൽ അനലിസ്റ്റുകൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് കുറെയൊക്കെ പറയാം. ലോങ് ടേമിൽ പ്രൈസ് എങ്ങോട്ടേക്ക് ആയിരിക്കും എന്നൊക്കെ കുറച്ചൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. വീക്ക് ഫോം എഫിഷ്യൻസി ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ? യെസ് സർ.
ഇനി ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പോലെ മാറ്റി മാറ്റിയിട്ടാണ് സെമി സ്ട്രോങ്ങും പറയാനുള്ളത്. സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് അല്ല, ബട്ട് സെമി സ്ട്രോങ്. സെമി സ്ട്രോങ് എന്ന് പറയുമ്പോൾ സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി ആണെങ്കിൽ സെമി സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസി ആണെങ്കിൽ അവിടെ പാസ്റ്റ് ഇൻഫർമേഷൻസിന്റെ എഫക്ട് ഓൾറെഡി ഉണ്ട്. ഇപ്പൊ പ്രസന്റ് അല്ലെങ്കിൽ ഇപ്പൊ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ പ്രസന്റ് ഓർ പബ്ലിഷ്ഡ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഇൻഫർമേഷൻസ് ഇല്ലേ, അതൊക്കെ പബ്ലിഷ് ആവുന്ന ആ ഒരു വിത്തിൻ മിനിറ്റ്സ് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഒരു കമ്പനീനെ കുറിച്ച് പബ്ലിഷ് ആയാൽ ആ പബ്ലിഷ് ആകുന്നതിന്റെ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ഓക്കെ ആ ഒരു ക്വിക്ലി എന്താണ് പ്രൈസ് റിയാക്ട് ആവും. അങ്ങനെയുള്ള ഒരു എഫിഷ്യൻസി ആയിരിക്കും സെമി സ്ട്രോങ്ങിനുള്ളത്. ഇപ്പൊ പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ ഒക്കെ വളരെ ക്വിക്ലി റിഫ്ലക്ട് ആവുന്ന ഒരു എഫിഷ്യൻസിയാണ് സെമി സ്ട്രോങ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇപ്പൊ നോട്ട് പബ്ലിഷ്ഡ് ഇൻഫർമേഷൻസ് അവിടെ റിഫ്ലക്ട് ആയിട്ടില്ല. നോട്ട് പബ്ലിഷ്ഡ് ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ല, ഇൻസൈഡർ ഇൻഫർമേഷൻ. അത് പബ്ലിഷ് ആവുമ്പോൾ വിത്തിൻ മിനിറ്റ്സ് അത് അവിടെ റിഫ്ലക്ട് ആവും. ഇപ്പൊ നോട്ട് പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ ഇപ്പോ റിഫ്ലക്ട് ആവില്ല. അത് എപ്പോഴാണോ പബ്ലിഷ് ആവുന്ന ആ ഒരു സമയത്ത് അതിന്റെ വിത്തിൻ കുറച്ച് മിനിറ്റ്സ് റിഫ്ലക്ട് ആവും. ഈ എഫിഷ്യൻസിനെ പറയുന്ന പേരാണ് സെമി സ്ട്രോങ്. റിയാലിറ്റിയിൽ പ്രാക്ടിക്കലി മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആർ സെമി സ്ട്രോങ്. ഓക്കെ, പ്രാക്ടിക്കലി മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്സ് എങ്ങനെയാണ്? സെമി സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ആർക്കാണ് പറയാം സെമി സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഷെയർ പ്രൈസ് റിഫ്ലക്ട് ഓൾ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ. എല്ലാ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻസും പ്രോപ്പർ ആയിട്ട് ഷെയർ പ്രൈസിൽ റിഫ്ലക്റ്റഡ് ആയിരിക്കും. പ്രൈസ് ഇങ്ങനെ ചേഞ്ച് ആവുന്ന എപ്പോഴായിരിക്കും? ന്യൂ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ പ്രൈസ് അപ്പൊ ചേഞ്ച് ആവും, വിത്തിൻ ആ ഒരു മിനിറ്റ്സിൽ ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ ആർക്ക് മാത്രമേ പ്രൈസ് മൂവ്മെന്റ് ഒക്കെ മുന്നേ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ പ്രൈസ് ഇങ്ങനെ ആവുന്നൊക്കെ? ഒരു ഇൻഫർമേഷൻ വന്ന് അറിഞ്ഞ ആ ഒരു പോയിന്റ് ഇല്ലേ, ആ ഇൻഫർമേഷൻ വന്നിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ വന്നു, എന്നിട്ട് എന്താണ് ഷെയർ പ്രൈസ് മൂവ് ആവണം. ആ ഒരു വിത്തിൻ ആ ഒരു പോയിന്റ് ആ മിനിറ്റ്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻ വന്നു, ഷെയർ പ്രൈസ് കൂടുന്ന അറിഞ്ഞു, അപ്പോഴെന്നെ ട്രേഡ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇവിടെ ലാഭം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷൻ അറിയണം. ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി പുറത്തേക്ക് വിടാത്ത ഇൻഫർമേഷൻസ് ആർക്കറിയാൻ പറ്റും? കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, ഇല്ലേ? കമ്പനി ഒരു പുതിയ പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്, ആ പുതിയ പ്രൊജക്ടിന് വലിയ NPV ഉണ്ട്, എന്തായാലും അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് പോവും എന്നുള്ളത് അത് അനൗൺസ് ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അത് പബ്ലിക്കലി പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ആർക്കറിയാം? കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾക്ക് അറിയാം. അങ്ങനത്തെ ഇൻഫർമേഷൻസിനെയാണ് നോട്ട് പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഇൻസൈഡർ ഇൻഫർമേഷൻ അറിയുന്ന ഒരാൾ, അതായത് എനിക്കറിയാം ആ കമ്പനി 2 ദിവസം കൊണ്ട് ഒരു പ്രൊജക്ട് അനൗൺസ്മെന്റ് പബ്ലിഷ് ചെയ്യാനുണ്ട്, അപ്പൊ എന്തായാലും പ്രൈസ് കൂടും എന്ന് എനിക്ക് ഓൾറെഡി അറിയാം, എന്നിട്ട് ഞാൻ ഇപ്പോഴെന്നെ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം ട്രേഡിംഗ് വിത്ത് ഇൻസൈഡർ ഇൻഫർമേഷൻ. ഇപ്പൊ സെമി സ്ട്രോങ് ആണെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷൻ ഉള്ള ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് പ്രൈസ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇത് എന്താണ് ലീഗലി നോക്കുവാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇൻസൈഡർ ഇൻഫർമേഷൻസ് ട്രേഡ് ചെയ്യുന്നത്, അത് വെച്ച് ട്രേഡ് ചെയ്യുന്നത് പറ്റില്ല സർ. ഇൻസൈഡർ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നത് അൺഎത്തിക്കലാണ്. ഇപ്പൊ സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി ആണെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷൻ ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ബീറ്റ് ദ മാർക്കറ്റ് എന്നാണ് പറയാ. മാർക്കറ്റിനെ ബീറ്റ് ചെയ്തിട്ട് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും. ആർക്ക്? ഇൻസൈഡർ ഇൻഫർമേഷൻ ഉള്ള ഒരു ഇൻവെസ്റ്റർക്ക്. ബട്ട് ദാറ്റ് ഇസ് ഇല്ലീഗൽ ആൻഡ് അൺഎത്തിക്കൽ. മനസ്സിലാക്കാം. ഇതാണ് സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ കുറച്ചും കൂടെ പെർഫെക്റ്റ് മാർക്കറ്റ് ഒക്കെ അസ്യൂം ചെയ്യുന്നത് സ്ട്രോങ് ഫോം എഫിഷ്യൻസി ആണെന്നാണ്. എന്ത് എഫിഷ്യൻസി? സ്ട്രോങ് ഫോം എഫിഷ്യൻസി. സ്ട്രോങ് ഫോം എഫിഷ്യൻസി പറയുന്നത് ഷെയർ പ്രൈസിൽ എല്ലാ ഇൻഫർമേഷനും റിഫ്ലക്റ്റഡ് ആണ്, ഓൾറെഡി റിഫ്ലക്റ്റഡ് ആണ്. പബ്ലിഷ്ഡ് ആയാലും അൺപബ്ലിഷ്ഡ് ആയാലും എല്ലതും
പബ്ലിഷ് ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും കമ്പനിയുടെ ഉള്ളിലുള്ള കുറെ ഇൻഫർമേഷൻസ് ഇല്ലേ, അതിന്റെ എഫക്ട് വരെ മാർക്കറ്റിന് ആദ്യമേ അറിയാം. അത് ഷെയർ പ്രൈസിൽ ഓൾറെഡി റിഫ്ലക്റ്റഡ് ആണ്. അപ്പൊ ഷെയർ പ്രൈസ് ഇങ്ങനെ എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഷെയർ പ്രൈസ് മൂവ് ചെയ്യാൻ നിൽക്കൂല. ഷെയർ പ്രൈസ് മാറും. എങ്ങനെ? അത് മറ്റേ ഇറേഷണൽ ബിഹേവിയർ കാരണം മാറുന്നത്. അല്ലാതെ എല്ലാ ഷെയർ പ്രൈസും എല്ലാ ഇൻഫർമേഷനും അക്യുറേറ്റ്ലി റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള പ്രൈസ് ഉള്ള ഒരു എഫിഷ്യൻസിനെയാണ് സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് പാസ്റ്റ് ഇൻഫർമേഷനും റിഫ്ലക്റ്റഡ് ആയിരിക്കും സ്ട്രോങ് ഫോമില് പാസ്റ്റ് ഇൻഫർമേഷൻ റിഫ്ലക്റ്റഡ് ആയിരിക്കും, പബ്ലിഷ് ചെയ്തത് ആൻഡ് ഓൾസോ പബ്ലിഷ് ചെയ്യാനുള്ളത് എല്ലാതും റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു എഫിഷ്യൻസിയാണ് സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത്. അവിടെ പിന്നെ ഷെയർ പ്രൈസിന് എന്താണ്, ന്യൂസ് വന്നതുകൊണ്ട് മാറ്റങ്ങളൊന്നും വരൂല തിയറട്ടിക്കലി. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. റിയാലിറ്റിയിൽ ഇത് അങ്ങനെ കാണാൻ വേണ്ടി പറ്റൂല കേട്ടോ. ഈ ലെവലിൽ ഷെയർ പ്രൈസിന് പ്രഡിക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു പ്രഡിക്ഷനും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അങ്ങനെ മാറൂല. പിന്നെ മാറുന്നുണ്ടാവും, ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ടാവും. അതൊക്കെ ബബിൾസ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് ബൂമും ബസ്റ്റ് ഒക്കെ ആയിരിക്കും. ഇവിടെ ഇൻസൈഡർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ വരെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇൻസൈഡർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ വരെ മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാർക്കറ്റിന് എല്ലാ കാര്യങ്ങളും അറിയാം. ഈ സ്റ്റോക്ക് മാർക്കറ്റിന് എല്ലാ കാര്യങ്ങളും അറിയാം. അതൊക്കെ റിഫ്ലക്റ്റഡ് ആണോ, ഇതിന്റെ എഫക്ട് ഒക്കെ ഷെയർ പ്രൈസിൽ റിഫ്ലക്റ്റഡ് ആണ്. അങ്ങനത്തെ എഫിഷ്യൻസിനെയാണ് സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ ഒരു 3 ഫോം ഓഫ് എഫിഷ്യൻസി മനസ്സിലാക്കാം. ഇതാണ് എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്, EMH എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണ് സർ. ഇനി മേജർ ആയിട്ടുള്ള മാർക്കറ്റ്സ് ഒക്കെ എന്താണ്, ലൈക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ അവരൊക്കെ എന്തുണ്ട്, ഈ ഇൻസൈഡർ ട്രേഡിങ്ങിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസുകളുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് സെമി സ്ട്രോങ് ആണെന്നാണ് പറയാം. സെമി സ്ട്രോങ് ആണ് റിയാലിറ്റിയിൽ. ഓക്കെ, 3 ലെവൽസ് പ്രൈസസ് റിയാക്ട് ന്യൂ ഇൻഫർമേഷൻ. ഇത് ഇതിൽ ഏതെങ്കിലും ഒരു എഫിഷ്യൻസി ഉണ്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ വീക്ക് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ സെമി സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കും. ഇനി പ്രൈസസ് ഒന്നും റിയാക്ടേ ചെയ്യാത്ത, എന്നോ ഒരു കാലത്തൊരു പ്രൈസ് ഒട്ടും റിയാക്ട് ചെയ്യാത്തൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിലോ അവർക്ക് എഫിഷ്യൻസിയേ ഇല്ല എന്നാ പറയാ. നോ എഫിഷ്യൻസി എന്നാ പറയാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? ഇനി ഇംപ്ലിക്കേഷൻസ് ഓഫ്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് EMH ആണ്. ഇനി ജസ്റ്റ് കുറച്ച് പ്രാക്ടിക്കൽ ഫാക്ടേഴ്സ് പറയുകയാണ്. നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജേഴ്സ് ഒക്കെ ഈ ഒരു എഫിഷ്യൻസിനെ എങ്ങനെയാണ് അവർ അഫക്ട് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ മാനേജേഴ്സ് എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ടല്ലോ, ആ ഡിസിഷൻസ് ഈ എഫിഷ്യൻസി ആയിട്ട് കണക്ട് ചെയ്യാണ്. പല പല എഫിഷ്യൻസി ആയിട്ട് കണക്ട് ചെയ്യാൻ. ഇപ്പൊ ടൈമിംഗ് ഓഫ് ന്യൂ ഇഷ്യൂ, ഒരു പുതിയ ഇഷ്യൂ ഒക്കെ പുതിയ ഷെയർ ഇഷ്യൂസ് ഒക്കെ ഇല്ലേ, ഈ പുതിയ ഷെയർ ഇഷ്യൂസ് ഒക്കെ എപ്പോൾ ചെയ്യണം? ഒരു മാർക്കറ്റ് ഫുള്ളി എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ, ഇത് സ്ട്രോങ് ഫോം അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ ഇഷ്യൂ ഒക്കെ നടത്തുന്ന ടൈമിംഗ് എന്ത് ചെയ്യും, മാറ്റർ ആണ്. ഓക്കെ, ഒരു പുതിയ ഇൻഫർമേഷൻ റിലീസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആഫ്റ്റർ ഒക്കെ എന്ത് ചെയ്യും, ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഈ ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തായാലും മാർക്കറ്റ് എന്താണ്, ഷെയർ പ്രൈസ് കുറയണം. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ നമ്മൾ പുറത്ത് വിടുന്നു, അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ നോർമലി ചെയ്യാറുണ്ട്. അപ്പൊ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. കാരണം എന്താ, ഒരു പുതിയ ഇൻഫർമേഷൻ പുറത്ത് വിട്ടാൽ അതിന്റെ ഒരു മൂവ്മെന്റ് എന്തുണ്ടാകും, ഷെയർ പ്രൈസിൽ ഉണ്ടാകും. അതിന്റെ കൂടെ തന്നെ എന്തുണ്ടാകും, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യും. അല്ലാതെ പുതിയൊരു ഇൻഫർമേഷൻ പുറത്ത് വിട്ടു, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തെങ്കിൽ ആ രണ്ടിന്റെ എഫക്റ്റും ഷെയർ പ്രൈസിൽ വേറെ വേറെ വരും. ബട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ്, ഈ കമ്പനീസിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. എപ്പോഴും ഇങ്ങനെ ഉണ്ടാവാം. ഇനി വോയിസ് ബ്രേക്ക് പ്രൊജക്ടിന്റെ ആണ്. കേസിൽ ഇപ്പൊ ഈ ഫുള്ളി എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഒന്നും ഫെയിലാം. എന്താ അവസ്ഥ ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി ബ്രേക്ക് ആവുമ്പോൾ പറയണേ. അതായത് ഇത് പറയുന്നത്രേ ഉള്ളൂ. പ്രൊജക്ട് ഇവാലുവേഷൻ പറയുന്നത് ഇപ്പൊ ഒരു മാർക്കറ്റ് ഫുള്ളി സർ, എഫിഷ്യന്റ് അല്ല. ആ ആ ടൈമിംഗ് ഓഫ് ന്യൂ ഇഷ്യൂവിൽ
ഷെയർസ് ജസ്റ്റ് ബിഫോർ or ആഫ്റ്റർ ന്യൂ ഇൻഫോർമേഷൻ ക്യാൻ ഗീവ് an അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഷെയർ പ്രൈസിൽ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. ഇതിപ്പോ ഒരു പുതിയ ഇൻഫർമേഷൻ ലൈക്ക് പ്രൊജക്ട്, നമ്മളൊരു പുതിയ പ്രൊജക്ട് ചെയ്യുന്നു, അതൊരു പോസിറ്റീവ് ഇൻഫർമേഷൻ ആണ്. നല്ല ആ പുതിയ പ്രൊജക്ട് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. ആ ഇൻഫർമേഷൻ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഷെയർ പ്രൈസിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാകും. ഓക്കെ, പുതിയ ഇൻഫർമേഷൻ പുറത്തു വിടുന്നുണ്ട്, അപ്വേർഡ് മൂവ്മെന്റ്. ഇനി പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നോർമലി നമ്പർ ഓഫ് ഷെയർസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷെയർ പ്രൈസ് കുറയും. ഇത് രണ്ടും വ്യത്യസ്ത ടൈമിങ്ങിൽ ചെയ്യാതെ ഇതിന്റെ കൂടെ തന്നെ ചെയ്യും. അപ്പൊ ആ എഫക്ട് കൊണ്ട് ആ എഫക്ട് രണ്ടും കൂടെ ചിലപ്പോൾ ഒന്നും കൂടെ ഒന്ന് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്, ഷെയർ പ്രൈസ് ഒന്നും കൂടെ ബാലൻസ്ഡ് ആക്കാനും കുറച്ചും കൂടെ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്, ആ രണ്ട് എഫക്റ്റുകൾ വേറെ വേറെ വരുമ്പോൾ കുറച്ച് അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ ഇൻഫർമേഷൻസ് പുറത്തു വിടുന്നതിന് മുന്നെയോ ശേഷമോ ഒക്കെ ആയിട്ട് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യും. ജസ്റ്റ് ബിഫോർ ഓർ ജസ്റ്റ് ആഫ്റ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ. ടൈമിംഗ് ഓഫ് വിഷയങ്ങളാണ്. ക്ലിയർ അപ്പൊ ആണ് സർ. അങ്ങനത്തെ ആ സമയത്ത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നു മാത്രം. ഇതെങ്ങനെയാ എത്ര അങ്ങനെയൊന്നും വേണ്ട, ഓക്കെ ജസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായി സർ. ഓക്കെ, ഇനി പ്രൊജക്ട് ഇവാലുവേഷൻ പറയുന്നത് ഒരു മാർക്കറ്റ് ഫുള്ളി എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഒന്നും ഫെയർ അല്ല. ഷെയർ പ്രൈസ് ചിലപ്പോ എന്താണ് അണ്ടർ വാല്യുവേഷൻ, ഓവർ വാല്യുവേഷൻ ഒക്കെ വരാം. ഷെയറിന്റെ പ്രൈസ് എന്തായിരിക്കും, ഓവർ പ്രൈസ്ഡ് ആവാം, അണ്ടർ പ്രൈസ്ഡ് ആവാം. ഷെയറിന്റെ പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആവുന്ന എപ്പോഴാ, ഷെയറിന്റെ പ്രൈസ് ഓവർ പ്രൈസ്ഡ് എങ്കിൽ ഷെയർ പ്രൈസ് ഇങ്ങനെ കൂടിക്കിടക്കാം. എപ്പോഴാ പ്രൈസ് കൂടുക, എപ്പോഴാണ് ഷെയറിന്റെ പ്രൈസ് കൂടുക, റിക്വയർഡ് റിട്ടേൺ കുറയുമ്പോഴാണോ കൂടുമ്പോഴാണോ? ഇൻവെസ്റ്റേഴ്സിന്റെ റിക്വയർഡ് റിട്ടേൺ. ഒരു ഷെയറിന്റെ പ്രൈസ് ഇങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റർക്ക് വാങ്ങിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അത് പ്രിഫർ ചെയ്യാണ്. ദാറ്റ് മീൻസ് റിക്വയർഡ് റിട്ടേൺ, ഷെയർ ഹോൾഡേഴ്സിന്റെ റിക്വയർഡ് റിട്ടേൺ ഒക്കെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ആ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ഷെയർ ഹോൾഡേഴ്സിന്റെ റിക്വയർഡ് റിട്ടേൺ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ വാക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാക്കും കുറവായിരിക്കും. ഓക്കെ, ഇനി എങ്ങാനും ഷെയർ പ്രൈസ് കൂടി നിൽക്കുന്ന ഒരു സമയമല്ല, ഷെയർ പ്രൈസ് ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയം, ഷെയർ പ്രൈസ് അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയം, ഷെയർ ഒക്കെ അണ്ടർ വാല്യൂഡ് എപ്പോഴാവുക, എന്റെ ഷെയറിന്റെ വാല്യൂ ഒക്കെ നല്ലോണം കുറയും. ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ റിട്ടേൺ റിക്വയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ കൂടുതൽ റിട്ടേൺ റിക്വയർ ചെയ്യുന്ന സമയത്ത് എന്റെ വാക്കും കൂടുതലായിരിക്കും. അപ്പോൾ ഈ മാർക്കറ്റ് എഫിഷ്യന്റ് അല്ലാത്തതുകൊണ്ട്, ശ്രദ്ധിക്ക്, ഒരു മാർക്കറ്റ് എഫിഷ്യന്റ് അല്ലാത്തതുകൊണ്ട് ഈ KE ഒക്കെ എന്തായിരിക്കും, ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. KE അൺസർട്ടൈൻ ആയിരിക്കും. ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് KE എന്തായിരിക്കും, KE അൺസർട്ടൈൻ ആയിരിക്കും. KE അൺസർട്ടൈൻ ആവുന്ന സമയത്ത് വേണ്ടിയിട്ട് ഏത് വാക്ക് യൂസ് ചെയ്യണം എന്നുള്ളതും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പൊ ഉള്ള KE ആയിട്ട് യൂസ് ചെയ്താൽ ഇപ്പൊ ഉള്ള KE അല്ല റിയൽ KE, ചിലപ്പോൾ അത് കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പൊ അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു KE വരുന്നൊരു സിറ്റുവേഷൻ വരും. മാർക്കറ്റ് പക്കാ എഫിഷ്യന്റ് ആണ്, ഷെയർ പ്രൈസ് കറക്റ്റ് ആണെങ്കിൽ റിക്വയർഡ് റിട്ടേൺ കറക്റ്റ് ആണ്, KE കറക്റ്റ് ആണ്, വാക്ക് കറക്റ്റ് ആണ്, പ്രൊജക്ട് വാല്യൂഷൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിങ്ങനെയല്ല റിയാലിറ്റിയിൽ. അപ്പൊ ഷെയർ പ്രൈസ് എന്നിട്ട് കൂടാൻ കുറയാം. അപ്പൊ അതിനനുസരിച്ച് KE ചിലപ്പോൾ ഇപ്പൊ കൂടി കിടക്കായിരിക്കും, ചിലപ്പോൾ കുറഞ്ഞു കിടക്കായിരിക്കും. അപ്പൊ ആ KE യൂസ് ചെയ്തിട്ടുള്ള വാക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ അൺസർട്ടനിറ്റി ഉണ്ട്. പ്രൊജക്ട് ഇവാലുവേഷന്റെ മുകളിലുള്ള ഒരു ഇമ്പാക്ട് ആണ് ഈ പറയുന്നത്. പ്രൊജക്ടിന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന വാക്ക് KE അൺസർട്ടൈൻ ആണ്, അത് കാരണം കൊണ്ട് വാക്കും എന്താണ്, അൺസർട്ടൈൻ ആണ്. അപ്പോ വിച്ച് റേറ്റ് ടു യൂസ്, വാട്ട് റേറ്റ് ടു യൂസ് ടു ഇവാലുവേറ്റ് ന്യൂ പ്രോജക്ട്, ഏത് വാക്കാണ് യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചോദ്യം. അൺസർട്ടനിറ്റി വരും. ക്ലിയർ ആണോ? ബേസിക്കലി ക്ലിയർ ആണ് സർ. ഇനി ക്രിയേറ്റീവ് അക്കൗണ്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് റിസൾട്ട്, ഫൈനാൻഷ്യൽ റിസൾട്ട് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പക്കാ മാനിപ്പുലേഷൻസ് മീൻസ് അതൊക്കെ പ്രോഫിറ്റ് ഒക്കെ കൂട്ടിക്കാണിക്കുക. അങ്ങനെ കൂട്ടിക്കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിനൊക്കെ മിസ്ലീഡ് ചെയ്യാൻ പറ്റും. ഇൻഎഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ, ഒരു എഫിഷ്യൻസി ഇല്ലാത്ത മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി, കൂടുതൽ ഡീപ്പായിട്ട് പോകണ്ട. ഇനി മെർജേഴ്സ് ആൻഡ് ടേക്ക് ഓവേഴ്സിന്റെ കേസ് പറയാണ്. ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ ഷെയർ പ്രൈസ് ഒക്കെ പക്കാ ഫെയർ ആണ്. ഓക്കെ, ഇപ്പൊ മെർജേഴ്സ് അല്ലെങ്കിൽ ടേക്ക് ഓവേഴ്സ്, അക്വിസിഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു കമ്പനിയുടെ വാല്യൂ ചെയ്യുമ്പോൾ പക്കാ എഫിഷ്യന്റ് ആണെങ്കിൽ ഷെയർ പ്രൈസ് ഒക്കെ പക്കാ ഫെയർ ആണ്. ചിലപ്പോ ആ കമ്പനിയുടെ ഇഫ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഇൻ എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ ഷെയർ പ്രൈസ് ഫെയർ ആയിരിക്കും.
അവിടെ ഒരു കമ്പനീനെ ആ കറണ്ട് ഷെയർ വാല്യൂലാണ് ടേക്ക് ഓവർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നെങ്കിൽ, ആ പർച്ചേസ് ചെയ്യുന്ന ആൾക്കൊരു ഗെയിൻ ഉണ്ടാക്കാനൊന്നും പറ്റൂല. എപ്പോഴാ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റാന്നറിയോ? ഇൻഎഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ ഇൻഎഫിഷ്യന്റ് മാർക്കറ്റിൽ ചില ഷെയർസ് ഒക്കെ എന്തായിരിക്കും, അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് കിടക്കും. അപ്പോഴാണ് നമ്മൾ മറ്റേ ഇവിടെ SML പഠിച്ചിട്ടുണ്ടായിരുന്നത്. ചില ഷെയർസ് ഒക്കെ എന്തായിരിക്കും, അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് കിടക്കും ഇൻഎഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ. ആ അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഷെയർസ് ഒക്കെ പ്രൈസിന് കൂടാനുള്ളതാ. അങ്ങനത്തെ അണ്ടർ പ്രൈസ്ഡ് ഷെയർസ് ഒക്കെ എന്ത് ചെയ്യാം, അക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും. പർച്ചേസ് ചെയ്യുന്ന ആൾക്ക്, പർച്ചേസർ ഉള്ള ബയർക്ക് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും. എവിടെ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റൂല എന്നാണ് ഈ പോയിന്റ് പറയുന്നത്? എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ ഷെയർ പ്രൈസ് ഫെയർ ആണ്, അവിടെ ഒരു ഗെയിൻ ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ. അപ്പൊ ആ ഗെയിൻ ഒന്നല്ല അവരുടെ ഇമ്പോർട്ടൻസ് എങ്കിൽ, ഇപ്പൊ എക്കണോമീസ് ഓഫ് സ്കെയിൽ ഉണ്ട്. ലൈക്ക് ഞാൻ ആ കമ്പനിയുടെ അക്വയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഗെയിൻ ഒന്നല്ല എനിക്ക് വേണ്ടത്. എനിക്ക് എന്താണ്, ആ കമ്പനിയും കൂടെ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ വേറെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ടാവും കേട്ടോ, അത് വേറെയാണ്. ബിസിനസ്സിനുള്ളിൽ ആ ബിസിനസ്, രണ്ട് ബിസിനസ് ഒന്നാവുന്നതുകൊണ്ട് എനിക്ക് ആ ബിസിനസ് കൂടെ എന്റെ കൂടെ വരുന്നതുകൊണ്ടുള്ളൊരു ഗെയിന് വേറെ ഉണ്ട്. അതല്ലാതെ ഈ ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് അണ്ടർ പ്രൈസ്ഡ് ആയി കഴിഞ്ഞാൽ, ഞാൻ അണ്ടർ പ്രൈസ്ഡ് ഷെയർസ് ഒക്കെ വാങ്ങിക്കുന്നു പറയാറില്ലേ? അണ്ടർ പ്രൈസ്ഡ് ഷെയർസ് ഒക്കെ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുമ്പോൾ ഷെയർ ഓട്ടോമാറ്റിക്കലി കൂടുമെന്നാണ് മാർക്കറ്റിൽ. അത് കൂടുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. ആ ഗെയിന് കിട്ടൂല എപ്പോ, എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ. ഇൻഎഫിഷ്യന്റ് മാർക്കറ്റിൽ ഇങ്ങനത്തെ ഗെയിനൊക്കെ കിട്ടും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ദ കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ ഒരു വാലിഡിറ്റി ആണ്. ഇഫ് ദ മാർക്കറ്റ് ഈസ് ഫുള്ളി എഫിഷ്യന്റ്, മാർക്കറ്റ് ഫുള്ളി എഫിഷ്യന്റ് ആണെങ്കിൽ ഷെയർ പ്രൈസ് ഫെയർ ആണ്, നമുക്കറിയാം. ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ് എ ഫെയർ റിസ്ക് റിട്ടേൺ. ഇൻവെസ്റ്റേഴ്സിന് ഒരു ഫെയർ ആയിട്ടുള്ള റിസ്ക് റിട്ടേൺ ആണ് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 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 സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റിന്റെ റിസ്കിനനുസരിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ, ആ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ തന്നെ എപ്പോഴാ കിട്ടുക? എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ തന്നെ എപ്പോഴാ കിട്ടുക? കറക്റ്റ്ലി പ്രൈസ് ആവുന്ന ഒരു സമയത്ത് മാത്രമാണ്. ഓവർ പ്രൈസ്ഡ് ആണെങ്കിൽ, ഷെയർ ഓവർ പ്രൈസ്ഡ് ആണെങ്കിൽ റിട്ടേൺ കുറവാണ്. ഷെയർ എക്സ്പെക്ടഡ് റിട്ടേൺ ആസ് പെർ CAPM. ഓക്കെ, ഷെയർസ് ഒക്കെ ഓവർ പ്രൈസ്ഡ് ഷെയർസ് ആണെങ്കിൽ അവിടെ തരുന്ന റിട്ടേൺ എന്താണ്, കുറവാണ്. എക്സ്പെക്ടഡ് റിട്ടേൺ, ഫോർകാസ്റ്റ് റിട്ടേൺ കുറവാണ്. ഇനി അണ്ടർ പ്രൈസ്ഡ് ഷെയർ ആണെങ്കിൽ എക്സ്പെക്ടഡ് റിട്ടേണുകൾ കൂടുതൽ തരുന്നു. ഇതൊന്നും ഉണ്ടാവില്ല ഇവിടെ. ഫുള്ളി എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഫെയർ ആണ്, ഇൻവെസ്റ്റർക്ക് ഒരു ഫെയർ ആയിട്ടുള്ള റിസ്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇപ്പൊ കമ്പനിക്ക് എന്താണ്, റീസണബിൾ കോസ്റ്റ് ഫണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കമ്പനിയുടെ ഷെയർ ശ്രദ്ധിക്കണം, എന്റെ കമ്പനിയുടെ ഷെയർ ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ട് കിടക്കുവാണ്. എന്നാണ് ഓവർ പ്രൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ട് പ്രൈസ് ഇല്ല, ഇൻഎഫിഷ്യന്റ് മാർക്കറ്റ് ആയതുകൊണ്ട്. എന്റെ കമ്പനിയുടെ ഷെയർ ഇപ്പൊ എങ്ങനെയാ, ഓവർ പ്രൈസ്ഡ് ആയിട്ട് കിടക്കുവാണ്. ഓവർ പ്രൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഷെയർസ് വാങ്ങിക്കുന്നതാണോ വാങ്ങിക്കരുത് എന്നാണോ നമ്മൾ പറയാ? നമ്മളവിടെ SML പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പെക്ടഡ് റിട്ടേണേക്കാൾ കുറവാണ് അവർ തരുന്നത്. എക്സ്പെക്ടഡ് റിട്ടേണേക്കാൾ കുറവായിരിക്കും അവരുടെ റിട്ടേൺ. അതുകൊണ്ടാണ് ഷെയർ പ്രൈസ് ഒക്കെ എന്താവുന്നത്, ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പൊ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയർസ് ആ പ്രൈസിന് ആരും വാങ്ങിക്കില്ല. അപ്പൊ കമ്പനി എന്ത് ചെയ്യേണ്ടി വരും, ആ പുതിയ ഷെയർസ് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ഡിസ്കൗണ്ടിന് കൊടുക്കേണ്ടി വരും. അതൊക്കെ എവിടെയാ, ഇൻഎഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ബട്ട് എഫിഷ്യന്റ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഫെയർ ആണ്, ഫെയർ ആയിട്ടുള്ള റിസ്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. സോ ആ പ്രൈസിന് തന്നെ, മാർക്കറ്റ് പ്രൈസിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഓവർ പ്രൈസ്ഡ് ആണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യേണ്ടി വരും. അണ്ടർ പ്രൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് എന്ത് വരും, ഗെയിന് കിട്ടുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരും. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള നോളജ് ഒന്നും വേണ്ട. ജസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. പ്ലീസ് ഓക്കെയാണ് റെസ്പോണ്ട്. സർ. ഇനി ഇനി ഒരു കാര്യം ചെയ്യട്ടെ. ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഒക്കെ എന്താന്നാ പറഞ്ഞത്? എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ പ്രൈസുള്ള അപ്ഡേറ്റ് ഷെയർ പ്രൈസ് ഒക്കെ കറക്റ്റ്ലി പ്രൈസ്ഡ് ആണ്, ഫെയർ ആണെന്നാ പറയും. അങ്ങനെ എല്ലാ ഇൻവെസ്റ്റേഴ്സും സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യന്റ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കണേ, എല്ലാ ഇൻവെസ്റ്റേഴ്സും സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യന്റ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ പ്രൈസ് കൂടും കുറയും എന്ന് വിചാരിച്ചിട്ട് ബൈങ്ങും സെല്ലിങ്ങും ഒക്കെ ചെയ്യും?
ചെയ്യും. ഇല്ല സർ. ഇല്ല. ബട്ട് റിയാലിറ്റിയിൽ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ഇറേഷണൽ ആയിട്ട് ബിഹേവ് ചെയ്തിട്ട് പ്രൈസ് കൂടുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, കുറയുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ബൈങ്ങും സെല്ലിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എന്താണ് ആക്റ്റീവ്ലി ബൈങ് ആൻഡ് സെല്ലിംഗ് ഷെയർസ് ഉണ്ട്. ബൈങ് ആൻഡ് സെല്ലിംഗ് ഷെയർസ് അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ ഒരു ലിക്വിഡ് മാർക്കറ്റ് ക്രിയേറ്റ് ആവുന്നത്. അങ്ങനെയാണ് ആ ഫെയർ പ്രൈസ് അവിടെ എമേർജ് ആവുന്നത്. ഇതാണ് റിയാലിറ്റി. ഒരു പാരഡോക്സ് എഫക്ട് ഉണ്ട്. തിയറട്ടിക്കലി എഫിഷ്യന്റ് മാർക്കറ്റ് ആണ്, ഷെയർ പ്രൈസ് ഒന്നും മാറൂല, ആക്യുറേറ്റ്ലി റിഫ്ലക്ട് ആണെന്ന്, അങ്ങനെയൊക്കെ ആ ഒരു തിയറി ആണ് റിയാലിറ്റി എങ്കിൽ ഒരാളും ഇവിടെ എന്താവുന്നില്ല, ഷെയർസ് ബൈങ് സെല്ലിംഗ് ഒന്നും ചെയ്യൂല, ട്രേഡിംഗ് ചെയ്യൂല. ഷെയർസിന്റെ സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡിംഗ് ചെയ്യൂല. സെക്കൻഡറി മാർക്കറ്റിൽ ആരും ബൈങ്ങും സെല്ലിങ്ങും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് മാർക്കറ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടോ? മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടോ? ലിക്വിഡിറ്റി ഇല്ല. അപ്പൊ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്ന എങ്ങനെയാ ഇൻവെസ്റ്റേഴ്സ് ആർ ആക്റ്റീവ്ലി ബൈങ് ആൻഡ് സെല്ലിംഗ് ഷെയർസ്. ഇൻവെസ്റ്റേഴ്സ് ആർ ആക്റ്റീവ്ലി ബൈങ് ആൻഡ് സെല്ലിംഗ് ഷെയർസ്. അങ്ങനെയാണ് ഒരു ലിക്വിഡ് മാർക്കറ്റ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ എന്തായാലും എന്തുണ്ടായിരിക്കും, പ്രൈസിൽ ഒരുപാട് ആൾക്കാർ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടും, ഒരുപാട് ആൾക്കാർ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് കുറയും. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ ട്രേഡ് എടുക്കുന്നത് അവർ ബിലീവ് ചെയ്യാണ് ബാർഗെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ സിഗ്നൽ ടു ബൈ, ദേ ആർ എക്സ്പെക്ടിങ് പ്രൈസ് വിൽ ഇൻക്രീസ്, അപ്പൊ എല്ലാവരും ബൈ ചെയ്യും. ഓക്കെ, ബുള്ളിഷ് തിങ്. ഇനി ചിലപ്പോൾ ഓവർ വാല്യൂഡ് ഷെയർസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്, ആ ഷെയർ പ്രൈസ് ഒക്കെ കുറയാൻ പോവാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് ചെയ്യും, സിഗ്നൽ ടു സെൽ, അവരൊക്കെ സെല് ചെയ്യും. ഈ സെല്ലിങ്ങും ബൈയിങ്ങും ഉള്ള കാരണം കൊണ്ട് തന്നെയാണ് മാർക്കറ്റിലെ ലിക്വിഡിറ്റി ഉണ്ടാവുന്നതും. അത് കാരണം കൊണ്ട് തന്നെയാണ് ഷെയർസ് അണ്ടർ പ്രൈസിലും ഓവർ പ്രൈസിലൊക്കെ ആവുന്നത്. അപ്പൊ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പൊ ഇവരൊക്കെ, ഈ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാ? അവരൊക്കെ വിശ്വസിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യന്റ് ആണെന്നാണോ? സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യന്റ് ആണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇവരിതൊന്നും ചെയ്യൂല. ബട്ട് റിയാലിറ്റി ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ആ പാരഡോക്സ് എഫക്ട്? പാരഡോക്സ് എഫക്ട് പറയുന്നത് ഇത്രയാണ്. ഇത്രയുള്ളൂ. അതിന് മുന്നേ ഒരു കാര്യം പറയണ്ടു. ഇഫ് ദ മാർക്കറ്റ് ഈസ് എഫിഷ്യന്റ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ മിസ്പ്രൈസ്ഡ് ഷെയർസ് ഒന്നും ഉണ്ടാവില്ല. മിസ്പ്രൈസ്ഡ് ഷെയർസ് എന്ന് പറയുമ്പോൾ എല്ലാ ഷെയർസും കറക്റ്റ്ലി പ്രൈസ്ഡ് ആയിരിക്കും. അപ്പൊ ആരും ഒന്നും ചെയ്യൂല. ബട്ട് റിയാലിറ്റി അങ്ങനെയല്ല, എല്ലാവരും എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പാരഡോക്സ് എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഇത് എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ പഠിക്കുന്നു പറഞ്ഞില്ലായിരുന്നു ഇവിടെ. ബിസിനസ് വാല്യുവേഷനിലെ ബിഹേവിയറൽ ഫൈനാൻസിൽ ഫസ്റ്റ് പറയുന്നതാണ് പാരഡോക്സ് എഫക്ട് ഓഫ്, ഒരു പാരഡോക്സ് എഫക്ട് ഉണ്ട്. പാരഡോക്സ് ഓഫ് എഫിഷ്യന്റ് മാർക്കറ്റ്. എഫിഷ്യന്റ് മാർക്കറ്റിന്റെ ഒരു പാരഡോക്സ് ഉണ്ട്. എന്താണ് ആ പാരഡോക്സ്? ഇൻവെസ്റ്റേഴ്സ് മസ്റ്റ് ബിലീവ്, ഇതാണ് ഇമ്പോർട്ടന്റ്. ഇൻവെസ്റ്റേഴ്സ് മസ്റ്റ് ബിലീവ്. ഇൻവെസ്റ്റേഴ്സ് എന്താ ബിലീവ് ചെയ്യുന്നത്? മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന്. മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന് ബിലീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അങ്ങനെയാണ് അവിടെ. അങ്ങനെയാവുമ്പോൾ മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന് ബിലീവ് ചെയ്യുമ്പോൾ ഓവർ പ്രൈസ്ഡ് ഷെയർസ് ഉണ്ടായിരിക്കും, അണ്ടർ പ്രൈസ്ഡ് ഷെയർസ് ഉണ്ടായിരിക്കും. അണ്ടർ പ്രൈസ്ഡ് ആണ് എന്ന് തോന്നുമ്പോൾ ദാറ്റ് ഈസ് സിഗ്നലിംഗ് ടു ബൈ, അവർ ബൈ ചെയ്യും. ഓവർ പ്രൈസ്ഡ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ആ ഷെയർ പ്രൈസ് കുറയുന്നു പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ സെല്ലിങ്. ഈ ബൈങ് ആൻഡ് സെല്ലിങ്, ട്രേഡിങ് ഇത് നടക്കുന്നുണ്ട്. ആ നടക്കുന്നത് എന്തുകൊണ്ടാ? വാട്ട് ഈസ് ദ പാരഡോക്സ് ഇൻ എഫിഷ്യന്റ് മാർക്കറ്റ്? എഫിഷ്യന്റ് മാർക്കറ്റിലുള്ള പാരഡോക്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്താകുന്നത്, എഫിഷ്യന്റ് ആണെന്ന് പറയുന്ന ഒരു പാരഡോക്സ്. മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന് ഇൻവെസ്റ്റേഴ്സ് ബിലീവ് ചെയ്തിട്ട് ബൈങ് സെല്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി ഒരു ഫെയർ പ്രൈസിലേക്കൊക്കെ എത്തുന്നത് എന്നാണ് എഫിഷ്യന്റ് മാർക്കറ്റിന്റെ ഒരു പാരഡോക്സ് വരുന്നത്. എഫിഷ്യന്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന് ഇൻവെസ്റ്റേഴ്സ് അസ്യൂം ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ടാണ് എഫിഷ്യന്റ് മാർക്കറ്റിലേക്ക് എത്തുന്നത് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പാരഡോക്സ് ഓഫ് എഫിഷ്യന്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ?